അടുത്ത ഗ്രൂമിങ്. നമ്മളെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഒന്നുകിൽ ഒരു ഷോറൂമിൽ പോകുന്നു, അല്ലെങ്കിൽ ഒരു ബാങ്കിൽ പോകുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഓഫീസിൽ പോകും. ഇത്തരം ഓഫീസുകളിൽ പോകുമ്പോൾ, ഇത്തരം സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടിയായിരിക്കുമല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കുവാനോ അല്ലെങ്കിൽ വേറെ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയൊക്കെ ആയിരിക്കുമല്ലോ പോകുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് അവിടെയുള്ള ആൾക്കാരുമായിട്ട് ഇടപഴകേണ്ടി വരും. അങ്ങനെ ഇടപഴകുമ്പോൾ ചിലരെയൊക്കെ നമുക്കങ്ങ് ഇഷ്ടപ്പെടും, ചിലരുമായിട്ടൊക്കെ നമ്മളൊരു നല്ല റാപ്പോ അല്ലെന്നുണ്ടെങ്കിൽ നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കും. അല്ലെങ്കിൽ നമുക്ക് തോന്നും ചിലരെല്ലാം നമ്മളടുത്ത് നന്നായി പെരുമാറുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്ക് തോന്നും ഇന്നയാൾ കൊള്ളാം, നല്ല പെരുമാറ്റം, കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടന്നു. ഇത്തരം ആൾക്കാരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ മുഴുവനൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അവരടുത്ത് അവർ സംസാരിക്കുന്ന കാര്യങ്ങളല്ലാതെ, അവർ നിങ്ങൾക്ക് ചെയ്തു തരുന്ന കാര്യങ്ങളല്ലാതെ, അവരുടെ വസ്ത്രധാരണവും അവരുടെ പെരുമാറ്റവും അവരുടെ ബോഡി ലാംഗ്വേജും സംസാരവും എല്ലാം നിങ്ങളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വസ്ത്രധാരണം, ഡ്രസ് കോഡ്, എങ്ങനെയാണ് പ്രൊഫഷണലി ഡ്രസ്സ് ചെയ്യേണ്ടത്, ഒരു ഇൻ്റർവ്യൂവിൽ എങ്ങനെയാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ പ്രൊഫൈൽ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു വീഡിയോ കോൺഫറൻസിങ്ങിൽ പങ്കെടുക്കുമ്പോൾ എങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യേണ്ടത്, അതാണ് നമ്മൾ ഈ ഡ്രസ് കോഡിലൂടെ പറയുന്നത്. ഈ ഡ്രസ് കോഡിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള ഒരു ഡ്രസ് കോഡ് ആയിരിക്കണം നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാൻ. അതായത് നിങ്ങളൊരു നഴ്സിൻ്റെ പൊസിഷന് വേണ്ടിയായിരിക്കാം അപ്ലൈ ചെയ്യുന്നത്. May I come inside? Yes, please. ക്യാബിൻ ക്രൂവിൻ്റെ പൊസിഷന് വേണ്ടിയായിരിക്കാം അപ്ലൈ ചെയ്യുന്നത്. നിങ്ങളൊരു ഹോട്ടൽ ഏതെങ്കിലും പൊസിഷന് വേണ്ടിയായിരിക്കാം അപ്ലൈ ചെയ്യുന്നത്. ചിലപ്പോൾ മറ്റേതെങ്കിലും ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ എന്തെങ്കിലും ജോലിക്ക് വേണ്ടിയായിരിക്കാം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനും ആ ജോലിക്കനുസരിച്ച്, ആ പൊസിഷൻ അനുസരിച്ച് ഉള്ള ഡ്രസ് കോഡ് ഫോളോ ചെയ്യണം. അതായത് പബ്ലിക്കുമായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടി വരുന്ന പൊസിഷൻസിന്, ജോലികൾക്ക് ഡ്രസ് കോഡ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പങ്ക് വഹിക്കും. അതിൽ തന്നെ നമ്മളൊരു എന്ന് പറയുന്ന സമൂഹത്തിൽ തന്നെ കുറച്ച് ഒരു പ്രീമിയം ലെവലെന്ന് നമുക്ക് വേണമെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ സമൂഹത്തിലെ കുറച്ച് ഉയർന്ന തലത്തിൽ ജീവിക്കുന്ന ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഉള്ള ഡ്രസ് കോഡും, ഒരു സർവീസുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള ഒരു ജോലിക്ക് വേണ്ടിയുള്ള ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ അയച്ചു, അതിന് വേണ്ടിയുള്ള ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ അതിന് നിങ്ങൾ ധരിക്കേണ്ട ഒരു ഡ്രസ് കോഡും ഇത് തമ്മിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെ ഒരു റിക്രൂട്ടർ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ബോർഡ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ആൾക്കാർ നിങ്ങളൊരു നഴ്സിംഗ് പൊസിഷന് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ അവിടെ ഇൻ്റർവ്യൂവിന് ഇരിക്കുമ്പോൾ, നിങ്ങൾ ഒരുപക്ഷെ സാരി ആയിരിക്കും ധരിച്ചിരിക്കുന്നത്, നിങ്ങളൊരു അല്ലെങ്കിൽ ഒരുപക്ഷെ ചുരിദാറായിരിക്കും ധരിച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങളെ അവർ കാണുന്നത് ആ ഒരു നഴ്സ് ധരിക്കുന്ന ആ ഒരു ഡ്രസ്സിലൂടെ ആയിരിക്കും. അതുപോലെ നിങ്ങളൊരു ക്യാബിൻ ക്രൂവിൻ്റെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ എന്ത് വസ്ത്രം ധരിച്ചിട്ടാണ് പോകുന്നുണ്ടെങ്കിലും അവർ നിങ്ങളെ കാണുന്നത് ഒരു ക്യാബിൻ ക്രൂവിൻ്റെ ഡ്രസ്സ് ഇയാൾക്ക് എങ്ങനെ ചേരും, അത് ചേരുന്നതാണോ. ചേരുന്നതാണോ എന്നുള്ള രീതിയിലായിരിക്കും. ഇപ്പോൾ ഒരു കമ്പനി അയാളുടെ ഒരു പ്രോജക്റ്റിന് വേണ്ടി ഒരു പ്രോജക്റ്റ് മാനേജർ വേണം, അല്ലെങ്കിൽ അയാൾക്കൊരു സൈറ്റ് മാനേജർ വേണം. ഈ സൈറ്റ് മാനേജർ എന്ന് പറയുന്നത് പബ്ലിക്കുമായിട്ട് ഒരുപാട് ഇൻട്രാക്ട് ചെയ്യേണ്ട ഒരു സൈറ്റ് മാനേജറാണ്. അപ്പോൾ ഇയാളെ കാണാൻ വേണ്ടി ഒരുപാട് പ്രോജക്റ്റ് കാണാൻ വേണ്ടി വരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടാകും, പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടാകും. അല്ലെങ്കിൽ ഇയാൾ ഒരു ഷോറൂമിൽ ഒരു സെയിൽസ് പേഴ്സണായിട്ട് നിൽക്കേണ്ട വ്യക്തിയാണ്. ഇങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം ആ പ്രോജക്റ്റ് മാനേജർ, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സൈറ്റ് മാനേജർ, അല്ലെന്നുണ്ടെങ്കിൽ ആ സെയിൽസ് പേഴ്സൺ, ഇവരുടെ ഒരു ഡ്രസ് കോഡ്, ഐഡിയൽ ആയിട്ടുള്ള ഇവരുടെ ഒരു ഡ്രസ് കോഡിലൂടെ ആയിരിക്കും ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർ നിങ്ങളെ കാണുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യരുത്. ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് പൊതുവെ അംഗീകരിക്കപ്പെട്ട ചില ഡ്രസ് കോഡുകളെ പറ്റി നമുക്ക് സംസാരിക്കാം. ലൈറ്റ് കളർ ഷർട്ട്, അതിന് യോജിക്കുന്ന രീതിയിലുള്ള ഒരു ട്രൗസർ. ഈ ലൈറ്റ് കളർ എന്ന് പറയുമ്പോൾ പ്രിഫറബിളി ലൈറ്റ് ബ്ലൂ, കൈൻഡ് ഓഫ് വൈറ്റ്, ഇതെല്ലാം നല്ല ഓപ്ഷനാണ്. അതുപോലെ ട്രൗസർ എന്ന് പറയുമ്പോൾ ബ്ലാക്ക്, ബ്ലൂ, ഇതെല്ലാം ഹൈലി
പ്രിഫേർഡ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ലേഡീസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഗേൾസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇതേ സംഭവം. അധികം കളർഫുൾ അല്ലാത്ത ഡ്രസ്സുകൾ, വളരെ നീറ്റായിട്ടുള്ള, ജെനുവനായിട്ട് തോന്നിപ്പിക്കുന്ന, വളരെ നീറ്റായിട്ടുള്ള, ഡീസൻ്റ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഡീസൻ്റായിട്ടുള്ള ഒരു ഡ്രസ് കോഡിൽ വേണം നിങ്ങൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ. ആൺകുട്ടികളും പെൺകുട്ടികളും നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആ ഒരു പൊസിഷൻ അത് ഒരുപാട് മേക്കപ്പൊക്കെ ഇട്ട് നിൽക്കേണ്ട ഒരു പൊസിഷനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ മേക്കപ്പൊക്കെ ചെയ്തിട്ട് പോകാം. മേക്കപ്പ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മിനിമം മേക്കപ്പിൽ അതൊരു നിങ്ങൾ ഒരുപാട് മേക്കപ്പ് ചെയ്ത് വരുന്നു എന്നൊരു തോന്നൽ ഉണ്ടാകാത്ത വിധത്തിൽ വേണം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ. മേക്കപ്പ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻ്റർവ്യൂവിന് മുമ്പ് മുഖമൊക്കെ ഒന്ന് കഴുകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാനോ മുടിയൊക്കെ നന്നായിട്ട് കോംബ് ചെയ്ത് വെക്കാനോ, ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ താടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രിം ചെയ്യുക, ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അതൊരു ക്ലീൻ ഷേവ് ചെയ്തൊക്കെ പോകാൻ നോക്കുക.